തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. റിസൾട്ട് സംഭവിക്കുമ്പോൾ ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. അങ്ങനെ സാർ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മാത്രം അങ്ങനെ. പാലക്കാട് വളരെ ആധികാരികമായി വളരെ സമഗ്രമായി വിജയിക്കുന്നു. 17,907 വോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. എങ്ങനെ നമ്മൾ തോറ്റ്? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പാലക്കാടിന്റെ MLA ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. ഇപ്പൊ പോണ്ട. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു. ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ചു നിർത്തുന്നതും. എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന ബൈബിൾ വാചകം മാത്രമാണ് എനിക്ക് തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. തവണ പാലക്കാട് വിജയിക്കും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 1 ഇഞ്ച് പോലും പുറകോട്ടില്ല. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വരുന്നത് 55-ാം ബൂത്തിന് ശേഷമാണ്. അപ്പോൾ 6ാമത്തെ റൗണ്ടിലാണ്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. എന്നാൽ ഇക്കുറി കൃഷ്ണകുമാറിന് സംഭവിച്ചിരിക്കുന്നത്, കൃഷ്ണകുമാറിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യം പറയണ്ട, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങൾ സത്യത്തിൽ ആർക്കാ വോട്ട് ചെയ്തത്? മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ UDF-ഉമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ ഒരിരട്ടി അധികം ഡിഫറൻസ് തവണ ഉണ്ട് എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ഭായി. ചരിത്രത്തിലാദ്യമായി ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി മേഖലയിൽ 4000 വോട്ട് ഭൂരിപക്ഷം നേടുന്നു കോൺഗ്രസ്. നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിലോടി കുഞ്ഞിപ്പെണ്ണെ. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ചേലക്കരയിൽ UDF വിജയിക്കാൻ പോകുന്നത് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളത് ന്യൂസ് 18 പ്രേക്ഷകരും കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ന്യൂസ് 18 അതുകൂടി പ്രഖ്യാപിക്കണം എന്നൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുക. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. ചേലക്കര നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം.